ഇത് നാടാണോ നരകാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്ത് വർത്താനോടാവേ നീ പറയുന്നേ? നാട്ടുകാരുണ്ട് ഇവിടെ, പഞ്ചായത്തിലെ ആൾക്കാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ടോ, പിന്നെ എന്തുവാ നിനക്ക് വേണ്ടേ? ഇതിനിടക്ക് കള്ളന്മാരുണ്ടല്ലോ പ്രസിഡന്റ്. അപ്പൊ ഞാൻ എന്തോ ചെയ്യണമെന്നാ ഞാൻ പറയുന്നേ? ഞാൻ തീർത്ഥയാത്ര പോകാതെ നിന്റെ വീട്ടിൽ വാച്ച്മാനായിട്ട് വന്ന് നിൽക്കണമെന്നാണോ പറയുന്നേ? ആണോടാ? അവരെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ കേട്ടോ. നീ ഒരു സീറ്റ് ഇങ്ങടുത്ത്. എന്താടാ അത്രക്ക് അഹങ്കാരോ? വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാ. അതല്ലടാ, ഈ നാട്ടില് കള്ളന്മാരുള്ളത് നിനക്കറിയാൻ പാടില്ലേ? എങ്ങാനും വരണ മുന്നിൽ പെട്ടാ ദേ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് വരെ ഊരിക്കൊണ്ട് പോകുന്നേ. പറഞ്ഞതൊക്കെ ശരിയാ. എന്താടാ ചിരിക്കുന്നേ? നിന്റെ സൈക്കിള് കള്ളം പൊക്കിയടാ. എന്റെ സൈക്കിൾ അവിടെ പോയി. നിന്റെ തുരുമ്പ് പിടിച്ച സൈക്കിളിന് വേണ്ടിയാടാ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെ മൊത്തം ഇവിടെ വിളിച്ചു കൂട്ടിയേക്കല. പറയടാ. നാശം പിടിച്ചവൻ വന്നേക്കുന്നു. അവളൊന്ന് സംസാരിക്കട്ടാ. അയ്യോ സാറേ, പട്ടപ്പകല് ഉച്ച നേരത്ത് എന്റെ പട്ടാപ്പകല് ബ്ലൗസിനകത്തുനിന്ന് പേഴ്സ് അടിച്ചോണ്ട് പോയിട്ട് നീ അറിഞ്ഞതേ ഇല്ലേ മോളെ? കൈയിട്ടത് പേഴ്സ് അടിച്ച് മാറ്റാനൊന്നും മനസ്സിലായില്ല സാർ. രാമുവേ, നീ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അന്നു വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പെണ്ണുങ്ങൾ എല്ലാവരും പകല് കാവല് നോക്കട്ടെ, ആണുങ്ങൾ എല്ലാവരും രാത്രി കാവലിരിക്കട്ടെ. പ്രോബ്ലം സോൾവ്. എന്തുവാടേ അവന്റെ ഐഡിയ നല്ലതല്ലെന്നാണോ പറയുന്നേ? അല്ല പ്രസിഡന്റ്, പകല് പെണ്ണുങ്ങളും രാത്രി ആണുങ്ങളും കാവലിനിറങ്ങിയാലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അയ്യോ, ഒരു 2 ദിവസേ ഒന്നിച്ച് ജീവിച്ചതിന് കുഴപ്പമൊന്നുമില്ല. നീ പറയുന്നത് ശരിയാണല്ലോടെ. അതല്ലേ അതിന്റെ ഒരു കിടപ്പ്. അതുവരെ നിനക്കൊന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലേ? മുഖത്ത് നനഞ്ഞ തോർത്തിട്ട് കിടന്നുറങ്ങാൻ നോക്കും. ഇന്ന് മുതൽ പഞ്ചായത്തിൽ കള്ളനെ പിടിക്കുന്ന ജോലി എല്ലാവരോടെ ചേർന്ന് ചെയ്തേ പറ്റുള്ളൂ. എന്താ? അല്ല, എത്താറായോ? പാർട്ടിക്ക് എത്താറായോന്ന്? വേഗം പോ. പാർട്ടി 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 പാർട്ടി. ചെവി പൊട്ടുന്നു. ഓ, നീ പറയാത്തോണ്ടാ. അല്ല, ഈ ഗ്രേവ് പാർട്ടി എന്ന് മുതലാ തുടങ്ങിയത് നിനക്കറിയാമോ? അറിഞ്ഞൂടറാ. നിനക്കോ? എന്നാ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നേരത്തേക്ക് ഈ പാർട്ടിയെ പ്രൈവറ്റ് പാർട്ടി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എല്ലാ വീക്കെൻഡിലും വീടുകളിൽ ആഘോഷിക്കുമായിരുന്നു. നമ്മുടെ പോലീസും ഗവൺമെന്റും ഒക്കെ അതിനെ ബാൻ ചെയ്തോണ്ടാ ഗ്രേവ് പാർട്ടി എന്ന പേര് വന്നത്. ഈ ഗ്രേവ് പാർട്ടിക്ക് വരുന്നവരൊക്കെ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും കേട്ടോ. അത് അറിയോ നിങ്ങൾക്ക്? സിദ്ധു, വൈകുന്നേരം മുതൽ അടുത്താണെന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ പേരെന്താടാ? കാമാപുരം. എന്താന്ന്? കാമാപുരോ? പേര് കേൾക്കുമ്പോ തന്നെ കുളിര് കോര. അപ്പൊ അവിടെ എത്തുമ്പോ എന്തായിരിക്കും? കാമാപുരം. ഐ ആം കമിങ്. നമ്മുടെ ബോബി എവിടെയാടാ? SI വീട്ടില്. SIയുടെ വീട്ടിലോ? എന്തിനാ അവനെ പോലീസ് പിടിച്ചേ? ആ SIയുടെ കെട്ടികൾക്ക് നാളെ മാത്സ് എക്സാമാ. ട്യൂഷൻ എടുക്കാൻ പോയെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതെന്താ SIക്ക് മാത്സ് അറിയില്ലേ? മൊത്തത്തിൽ വീക്കാന്ന്. ഓ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബോബി കണക്കില് കിങ് അല്ലേ? ഒരു വണ്ടി വരുന്നുണ്ടല്ലോ, നോക്കാം. എങ്ങോട്ട് പോവാ? ഈ SIയുടെ വീട് എവിടെയാ? ഇവിടുന്ന് നേരെ പോയി തിരിഞ്ഞ 2ാമത്തെ വീടാ. എന്താ കാര്യം? ഞങ്ങളുടെ ഫ്രണ്ട് SIയുടെ. എന്റെ ഫ്രണ്ടിനെ കാണാനില്ല സാർ, കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. അല്ല, ഈ നാട്ടിൽ ഉത്സവം വല്ലതും ആണോ നിങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഉത്സവത്തിന് ഇറങ്ങിയെടുക്കല്ല, ഇവിടെ മുഴുവനും കള്ളന്മാര് ചുറ്റിക്കിറങ്ങുക. അവരെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഞങ്ങള്. അതെയോ? കള്ളന്മാരെ കൈ കിട്ടിയാലേ ഞങ്ങളുടെ പേരിൽ 4 അടി കൂടുതൽ കൊടുത്തോ. ഇവന്മാരെ കൊണ്ട് എന്തൊരു ശല്യം.